Feels like the first time. Throw away all my pride. Don't wanna say I love you. Just might make me burst. പണ്ടൊക്കെ ചെറിയ കുട്ടി സ്കൂളിലൊക്കെ പഠിക്കുന്ന സമയത്ത് ചക്കയ്ക്കൊന്നും ഒരു വിലയില്ലായിരുന്നു. ഹലോ നമസ്കാരം. സമയം ദേ ഇവിടെ ഈവനിങ് ആയിട്ടുണ്ട്. ഈവനിങ് ആയി എന്ന് പറഞ്ഞാൽ ഒരൊറ്റ അർത്ഥമേ ഉള്ളൂ, ആരെങ്കൂട്ടിന് കളിക്കാൻ വേണ്ടിയിട്ട് പുറത്ത് പോകേണ്ട സമയമാണ്. അപ്പോൾ ആളിത് റെഡി ആയിക്കൊണ്ടിരിക്കുകയാണ്. സോക്സൊക്കെ ഇട്ട് ഷൂ ഒക്കെ ഇട്ട് ഞങ്ങൾ രണ്ടുപേരും കൂടെ പുറത്ത് പോകും. പുറത്ത് എന്ന് വെച്ചാൽ നമ്മുടെ ഫ്ലാറ്റിൻ്റെ പുറത്ത് ചെറിയൊരു കുട്ടി പാർക്കുണ്ട്. അപ്പോൾ അവിടെ ആരെങ്കൂട്ടം കുറച്ച് നേരം കളിക്കും, ഞങ്ങൾ ഒരുമിച്ച് ടൈം സ്പെൻഡ് ചെയ്യും. ഈവനിങ് ടൈം എന്ന് വെച്ചാൽ ഞങ്ങൾക്ക് രണ്ടുപേർക്കും ഈ ഒരു ചില്ല് ചെയ്യാനുള്ള സമയമാണ്. ഇവിടെ ഇങ്ങനെ ആരെങ്കൂട്ടൻ്റെ കൂടെ കളിക്കാൻ കുറച്ച് കുട്ടികളൊക്കെ ഉണ്ട്. പക്ഷേ ഇപ്പോൾ വെക്കേഷൻ ടൈം ആയതുകൊണ്ട് അധികം കുട്ടികളും നാട്ടിലാണ്. അപ്പോൾ പിന്നെ ഞാൻ കൂടെ കളിക്കുക എന്നല്ലാണ്ട് വേറെ വഴിയൊന്നുമില്ല. ഫുട്ബോളെങ്കിൽ ഫുട്ബോള്. ശരിയായോ? ഓക്കെ. Could you be life lover and best friend? Waiting for text. പിടിക്കൂ 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 മുത്തേ. അതെ ഓ കാക്കയോ? കുഞ്ഞു സ്റ്റാർ ഉണ്ടോ? ആ സ്റ്റാർ ആണോ അതോ വീനസ് ആണോ? വീനസ്. അങ്ങനെ സമയം ഇങ്ങനെ സന്ധ്യ ആയപ്പോൾ തിരിച്ച് വീട്ടിലേക്ക് കയറാമെന്ന് നമ്മളിങ്ങനെ വിചാരിച്ചു. അപ്പോൾ ആരെങ്കൂട്ടിനും കളിച്ചിട്ട് ഏതാണ്ടൊക്കെ ഇന്ന് ഹാപ്പി ആയിട്ടുണ്ട്. അപ്പോൾ നമുക്ക് തിരിച്ച് വീട്ടിൽ കയറാം. കളി കഴിഞ്ഞ് എത്തിയാൽ ഉടനെ ആരെങ്കൂട്ടും ചെയ്യുന്നത് നേരെ സോക്സൊക്കെ ഊരി ലോണ്ടറി ബാഗിലിട്ട് കുളിക്കാൻ വേണ്ടി ബാത്റൂമിലേക്ക് ചെല്ലും. കുളി കഴിഞ്ഞ് ഇതേ മെടുക്കനായിട്ട് ഇങ്ങനെ നിൽക്കും. ഇതാണ് ഈവനിങ്ങിൽ ഞങ്ങളുടെ ഒരു എവറിഡേ റുട്ടീൻ എന്ന് പറയുന്നത്. നല്ല മണ്ണാണോ നോക്കട്ടെ. അയ്യോ എല്ലാവരും കാണും. ആര്യൻകുട്ടനെ കുളിപ്പിച്ച് കുട്ടപ്പനാക്കി കുറച്ച് നേരം അവൻ്റെ റൂമിൽ കളിക്കാൻ വിടും. പിന്നെ ഞാനൊന്ന് കുളിക്കാൻ കയറും. കുളി കഴിഞ്ഞ് വന്നാൽ പിന്നെ എൻ്റെ ഒരു കുട്ടി സ്കിൻ കെയർ ടൈമാണ്. ഇങ്ങനെ കുറേ ഡാർക്ക് സ്പോട്ട്സ് ഒക്കെ ഉണ്ട് കേട്ടോ. അപ്പോൾ അതിന്റെ ചെറിയൊരു ട്രീറ്റ്മെന്റ് ഞാനിപ്പോൾ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ഒരു സിറം ഞാൻ അപ്ലൈ ചെയ്യുന്നുണ്ട്. ഡാർക്ക് സ്പോട്ട്സ് ഇങ്ങനെ എല്ലാവർക്കും കോമൺ ആയിട്ട് കണ്ടുവരുന്ന ഒരു പ്രശ്നമാണല്ലേ. അപ്പം അതിന് പല റീസൺസ് ഉണ്ടാവും. ചിലപ്പോൾ നമ്മുടെ ഫേസിൽ വന്ന ആക്നീസ് കാരണം അതിന്റെ ആക്നി സ്കാർസ് റീസൺ ആണ്, ഇല്ലെങ്കിൽ നമുക്കുള്ള ഹോർമോണൽ ചേഞ്ചസ് റീസൺ ആണ്, എക്സസീവ് സൺ എക്സ്പോഷർ ഒരു റീസൺ ആണ്. ഇങ്ങനെ പല തരത്തിലുള്ള റീസൺസ് ഉണ്ട് കേട്ടോ. പക്ഷേ ഒരു നല്ല റിസൾട്ട് തരുന്ന ഒരു പ്രൊഡക്റ്റ് വെച്ചിട്ട് അതിനെ ട്രീറ്റ് ചെയ്യുക എന്നുള്ളതാണ് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു കാര്യം. ആൻഡ് ഡാർക്ക് സ്പോട്ട്സ് ഒക്കെ പോയാലല്ലേ നമ്മളുടെ ഫേസിന്റെ ആ ഒരു നാച്ചുറൽ ഗ്ലോ ഒക്കെ കാണുള്ളൂ. നമ്മുടെ സ്കിൻ ആ ഒരു ഈവൻ ടോൺഡ് ആയിട്ടിരിക്കുന്നതാണ് നമുക്ക് എല്ലാവർക്കും ഭയങ്കര ഇഷ്ടം. ഡാർക്ക് സ്പോട്ട് മാറാൻ വേണ്ടിയിട്ട് ഞാൻ യൂസ് ചെയ്യുന്നത് ഹിമാലയയുടെ ഈ ഒരു ഡാർക്ക് സ്പോട്ട് ക്ലിയറിംഗ് ടേമറിക് ഫേസ് സിറമാണ്. ഇതിൽ 100% ഓർഗാനിക്കലി സോഴ്സ്ഡ് ടേമറിക് ഉണ്ട്, 10% ഗ്ലൈക്കോളിക് ആസിഡ് ആണുള്ളത്, പിന്നെ 2% നയാസിനമൈഡും ഉണ്ട്. ദിസ് ഈസ് യുവർ സ്കിൻസ് ബെസ്റ്റ് ഫ്രണ്ട് ടു റിമൂവ് ഡാർക്ക് സ്പോട്ട്സ് വിത്ത് ഹിമാലയ സ്വരാസ ടേമറിക്. ഇതിന്റെ ലൈറ്റ് വെയിറ്റ് ഫോമുല നമ്മുടെ സ്കിന്നിലേക്ക് വളരെ പെട്ടെന്ന് തന്നെ അബ്സോർബ് ചെയ്യും. എന്നിട്ട് ഡാർക്ക് സ്പോട്ട്സ് ഒക്കെ ക്ലിയർ ചെയ്തിട്ട് നല്ല സ്പോട്ട്ലെസ് ഗ്ലോ തരും. ഇമ്പോർട്ടന്റ് ആയിട്ട് ഈ സിറം ഉണ്ടാക്കിയിരിക്കുന്നത് സ്വരാസ കോൾഡ് പ്രസ്ഡ് എക്സ്ട്രാക്ഷൻ യൂസ് ചെയ്തിട്ടാണ്. ദാറ്റ് റിറ്റെയിൻസ് ടേമറിക് ആക്റ്റീവ്സ് ഇൻടു ഇറ്റ്സ് ഫുൾ പൊട്ടൻഷ്യൽ. സിറം ഇങ്ങനെ 2-3 ഡ്രോപ്സ് എടുത്തിട്ട് നമ്മുടെ ഫേസിലും നെക്കിലും ട്വൈസ് എ ഡേ അപ്ലൈ ചെയ്യുക. അപ്വേർഡ് സർക്കുലർ മോഷനിൽ ജെന്റിൽ ആയിട്ട് മസാജ് ചെയ്ത് കൊടുക്കുക ടിൽ ദ സിറം ഗെറ്റ്സ് അബ്സോർബ്ഡ്. ഫോളോ അപ്പ് വിത്ത് മോയ്സ്ചറൈസർ. ഇത് ആമസോൺ, ഫ്ലിപ്കാർട്ട്, നൈക്ക എന്നിവയിലും ഹിമാലയയുടെ വെബ്സൈറ്റിലും ആപ്പിലും അവൈലബിൾ ആണ്. ഇന്ന് ചെക്ക്ഔട്ട് ചെയ്ത് നോക്കുകയാണെങ്കിൽ 30% ഡിസ്കൗണ്ട് കൂടെ കിട്ടും കേട്ടോ. ലിങ്ക് ഇതേ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുക്കുന്നുണ്ട്.
സന്ധ്യയ്ക്ക് കുളി കഴിഞ്ഞ് വിളക്ക് വെക്കുക എന്നുള്ളത് എൻ്റെ ഒരു കുഞ്ഞു റിച്വലാണ്. ഇറ്റ് മീൻസ് എ ലോട്ട് ടു മീ. ഇത് യൂണിവേഴ്സിനോട് എൻ്റെ ഗ്രാറ്റിറ്റ്യൂഡ് എക്സ്പ്രസ് ചെയ്യുന്ന ഒരു രീതിയാണ് ഫോർ എവറിതിങ്. ഇറ്റ് മേക്സ് മീ ഫീൽ ഗ്രൗണ്ടഡ്, കണക്റ്റഡ് ആൻഡ് അറ്റ് പീസ് നോ മാറ്റർ ഹൗ ദ ഡേ ഹാസ് ബീൻ. കണ്ണടയ്ക്ക്. ഇനിയിപ്പോൾ ഡിന്നർ ടൈമാണ്. അപ്പോൾ ആര്യൻകുട്ടിന് വേണ്ടിയിട്ട് ചപ്പാത്തി റോൾ ഉണ്ടാക്കാൻ പോവാണ്. ഹനുമാന്റെ പാട്ടോ അതേതാ ഒന്നുകൂടി പാട്. നമാമി ശമീശാന നിർവാണ രൂപം, അതാണ് പാടുന്നത്. ഞാൻ വെച്ചോളാം. അവിടെ ടച്ച് ചെയ്യൂ. ആ അങ്ങനെ സ്പ്രെഡ് ചെയ്യും. ദൂരെ സ്പ്രെഡ് ചെയ്യൂ. ആ ഫുൾ ഇവിടൊക്കെ സ്പ്രെഡ് ചെയ്യണം. ഓക്കെ, റോൾ ചെയ്യട്ടെ. കുറച്ചും കൂടി ഇടണം. ഇവിടെയൊക്കെ വേണം. അങ്ങനെ ടൂ മച്ച് ഇടാൻ പാടില്ല കേട്ടോ. കുറച്ച് ദിവസമായിട്ട് ഇവിടെ ഞാനും ആര്യൻകുട്ടനും മാത്രമേ ഉള്ളൂ. ഗോപു കാലിക്കറ്റാണ്. അവിടെ അച്ഛന് ചെറിയൊരു സർജറി ആയതുകൊണ്ട് ഗോപു അവിടെ ഫാമിലീൻ്റെ കൂടെ നിൽക്കുകയാണ്. അപ്പോൾ ആര്യൻകുട്ടൻ എന്തായാലും അപ്പനെ മിസ് ചെയ്യുന്നുണ്ടെന്ന് പറഞ്ഞപ്പോൾ ഒന്ന് വീഡിയോ കോൾ ചെയ്യാമെന്ന് വിചാരിച്ചു. ഗോപു ഇങ്ങനെ വീട്ടിൽ നിന്ന് മാറി നിൽക്കുന്നത് വളരെ കുറവാണ്. ഷോസിന് പോകുമ്പോൾ അല്ലാതെ വരുന്ന ട്രാവലും കാര്യങ്ങളൊക്കെ ഞങ്ങൾ ഒരുമിച്ചാണ്. അപ്പോൾ ആര്യൻകുട്ടൻ ഇങ്ങനെ രാവിലെയൊക്കെ കഴിഞ്ഞ് രാത്രിയാവുമ്പോൾ അപ്പനെ കാര്യമായിട്ട് മിസ് ചെയ്യും. അവനത് കാണിക്കുന്നത് അവൻ്റേതായിട്ടുള്ള കുഞ്ഞു കുഞ്ഞു രീതികളിലൂടെയാണ് കേട്ടോ. ഈ കുഞ്ഞുകുട്ടികളുടെ ഒരു കാര്യമുണ്ട്, അവർക്ക് അവരുടെ ഫീലിങ്സ് വേർഡ്സിലാക്കി എക്സ്പ്രസ് ചെയ്യാൻ കുറച്ച് ബുദ്ധിമുട്ടാണ്. പക്ഷെ നമ്മൾ അമ്മമാർക്ക് അത് കാണുമ്പോൾ മനസ്സിലാവുമല്ലോ. ആൻഡ് ആര്യൻകുട്ടന് മാത്രമല്ല, ഐ മിസ് ഹിം ടു, ഈവൻ മോർ ഓൺ ഡേയ്സ് വെൻ എവറിത്തിങ് ഫീൽസ് എ ബിറ്റ് ടു മച്ച്. എപ്പോഴും ഇങ്ങനെ കൂടെ എല്ലാത്തിനും ആളുണ്ടായിട്ട് പെട്ടെന്ന് ഇങ്ങനെ ഒറ്റയ്ക്കാവുമ്പോൾ നമുക്കൊരു വിഷമം വരുമല്ലോ. പ്രോഗ്രാമിന് പോകുമ്പോൾ മാറിയിരിക്കാന്നല്ലാണ്ട് അങ്ങനെ ഇപ്പോൾ എൻ്റെ വീട്ടിലേക്ക് ഞാൻ ഒറ്റയ്ക്ക് പോവുക, ഗോപുവിൻ്റെ വീട്ടിലേക്ക് ഗോപു ഒറ്റയ്ക്ക് പോവുക, അങ്ങനെ ഉണ്ടാവാറില്ല. ഞങ്ങൾ രണ്ടുപേരും ഒരുമിച്ചാണ് എല്ലാം പോവാറുള്ളത്, വീട്ടിലേക്കൊക്കെ ആയാലും. ഇതിപ്പം അത്യാവശ്യമായിട്ട് പോകണം, ഗോപുവിന് പോയേ പറ്റുള്ളൂ. എനിക്കാണെങ്കിൽ ഇവിടുന്ന് പോകാൻ പറ്റില്ല, വർക്ക്സ് കുറച്ചുണ്ട്. അപ്പോൾ ആ വർക്ക് തീർക്കാണ്ട് എനിക്ക് ഇവിടുന്ന് മാറാനും പറ്റില്ല. അപ്പം എന്തായാലും ഇങ്ങനെയാണ് കഥ. ആര്യൻകുട്ടനാണെങ്കിൽ സ്കൂളില്ല, വെക്കേഷൻ ടൈമാണ്. എന്തായാലും ഞാൻ എൻ്റെ അമ്മയോട് പറഞ്ഞിട്ടുണ്ട് ഒന്ന് വരാൻ വേണ്ടിയിട്ട്. ഒരു 1 വീക്കിലേക്ക് ഗോപു വരുന്നവരെ എനിക്കൊരാളുണ്ടാകുമ്പോൾ ഒരു സുഖമാണല്ലോ. ഒറ്റയ്ക്കുള്ള ദിവസങ്ങൾ ആക്ച്വലി രസമാണ്. സെൽഫ് ടൈം കിട്ടും, മീ ടൈം കിട്ടും, എല്ലാം നല്ലതാണ്. ബട്ട് ഒരു 2 days ഒക്കെ കഴിയുമ്പോഴേക്ക് പതുക്കെ ഒരു സങ്കടം വന്നു തുടങ്ങും. ആ പേഴ്സണെ നമ്മൾ ഭയങ്കരമായിട്ട് മിസ് ചെയ്യും. അതാണ്. അപ്പം അമ്മ ഉണ്ടെങ്കിൽ ഇങ്ങനെ ഒരു ഒച്ചപ്പാടും പോലൊക്കെ ആയിട്ട് ഇവിടെ ഉണ്ടാവും, അറ്റ്ലീസ്റ്റ് ഗോപു വരുന്നവരെ. അപ്പം അങ്ങനെ ഞാൻ വരാൻ പറഞ്ഞിട്ടുണ്ട്. ആര്യൻകുട്ടന് ഡിന്നറൊക്കെ കൊടുത്തു കഴിഞ്ഞാൽ ഇനി എനിക്ക് മാത്രമുള്ള കുറച്ച് ടൈമാണ്. ഞാനും എൻ്റെ ഒരു ഹോട്ട് കപ്പ് ഓഫ് ഗ്രീൻ ടീയും പിന്നെ എൻ്റെ ഡിന്നറുമായിട്ട് എൻ്റെ ഫേവറേറ്റ് കൊറിയൻ ഡ്രാമ പ്ലേ ചെയ്യും എൻ്റെ ഐപാഡിൽ. ഇതെനിക്ക് നല്ല കാമിങ് ആൻഡ് സൂത്തിങ് ആയിട്ടുള്ള ഒരു ടൈമാണ്. ആൻഡ് ഓണസ്റ്റ്ലി ഇറ്റ് മേക്സ് മീ ഫീൽ സോ ഹാപ്പി. അപ്പോൾ കുറച്ച് നേരത്തേക്ക് ഐ ഫോർഗെറ്റ് എവറിത്തിങ് എൽസ്. എനിക്ക് എന്താ ഫീൽ ചെയ്യാന്ന് പറയുക, ഐ ഹാവ് എൻറ്റേർഡ് ഇൻ ടു എ ഡിഫറെൻറ്റ് വേൾഡ്, സംവെർ ക്വൈറ്റ് റൊമാൻറ്റിക്, ഫാർ അവേ ഇൻ കൊറിയ.
ഇന്ന് നൈറ്റ് ഡിന്നർ കഴിഞ്ഞിട്ട് ഞാൻ കഴിക്കാൻ എടുത്തു വെച്ച ഒരു സാധനമുണ്ട്, ഭയങ്കര സ്പെഷ്യലായിട്ട്. അത് എന്താണെന്ന് അറിയോ, എനിക്ക് എപ്പോഴും ഡിന്നർ കഴിഞ്ഞാൽ എന്തെങ്കിലും ഒരു സാധനം മധുരം കഴിക്കാൻ ഇഷ്ടമാണ്. അപ്പം ഇപ്പം മാംഗോൻ്റെ സീസണാണ്, മാംഗോ കിട്ടുമ്പോൾ നമുക്കിവിടെ കിട്ടാത്തൊരു സാധനം ചക്കയായിരുന്നു. അപ്പം കഴിഞ്ഞ ആഴ്ച നമ്മളുടെ ഒരു ഫാമിലി ഫ്രണ്ടിൻ്റെ വീട്ടിൽ പോയപ്പോൾ അവിടുത്തെ പറമ്പിൽ ചക്ക ഉണ്ട്, മാങ്ങ ഉണ്ട്, അപ്പോൾ എല്ലാം ഉണ്ടായിരുന്നു. അപ്പോൾ അവർ കുറേ പാക്ക് ചെയ്ത് തന്നു. മാങ്ങയൊക്കെ പഴുത്തിട്ട് ഇന്നലെയൊക്കെ ഞാൻ ഒറ്റയ്ക്കിരുന്ന് കഴിച്ചു, ഗോപില്ലാത്തതുകൊണ്ട്. സങ്കടം കൊണ്ട് ഞാൻ കഴിച്ചു തീർത്തോന്നൊക്കെ. ചക്ക നമുക്ക് ഇന്നിപ്പോൾ ചക്ക പഴുത്തിട്ടുണ്ട്, ഇന്നാണ് പഴുത്തത്. അപ്പോൾ നമ്മളിങ്ങനെ ചക്കൊക്കെ ഉലിഞ്ഞു എന്നൊക്കെ ഞങ്ങളുടെ നാട്ടിൽ പറയും, നിങ്ങളുടെ നാട്ടിൽ എന്താ പറയുകയെന്ന് എനിക്കറിയില്ല. അപ്പം ഇന്നത്തെ ഡിസേർട്ട് സ്പെഷ്യൽ നമ്മളുടെ ചക്ക. പണ്ടൊക്കെ നാട്ടിലായിരിക്കുമ്പോൾ, അതായത് ചെറിയ കുട്ടിയെ സ്കൂളിലൊക്കെ പഠിക്കുന്ന സമയത്ത് ചക്കയ്ക്കൊന്നും ഒരു വിലയില്ലായിരുന്നു. അതിനും മാത്രം ചക്കയും മാങ്ങയും ചാക്ക് കണക്കിനാണ് ഞങ്ങൾ മാങ്ങയൊക്കെ, പഴുത്ത മാങ്ങയൊക്കെ പെറുക്കുക, വെറുതെ തള്ളുകയല്ല. ഞങ്ങൾക്ക് അത്രയും ഇത് മാവും കാര്യങ്ങളൊക്കെ ഞങ്ങളുടെ പറമ്പിൽ ഉണ്ടായിരുന്നു കേട്ടോ, ചെറുതുണ്ടാവുന്ന സമയത്ത്. അപ്പം ചക്കയും മാങ്ങയ്ക്കൊന്നും ഒരു വിലയില്ലായിരുന്നു. ഇപ്പം കൊച്ചിയിൽ ഇങ്ങനെ ഇത്രയും വർഷം ആകുമ്പോഴാണ് ചക്ക വേണമെന്നൊക്കെ ആരെങ്കിലും വിളിച്ചു വയ്ക്കുമ്പോൾ ഓടിച്ചെല്ലും ഞാൻ, ആ ചക്ക വേണമെന്ന് പറഞ്ഞിട്ട്. അതുപോലെ ഈ ചക്ക ഈ ചൂടുകാലത്ത് ഫ്രിഡ്ജിൽ വെച്ച് തണുപ്പിച്ച് കഴിക്കുമ്പോൾ ഒരു സുഖമുണ്ട്, നല്ല മധുരമുള്ള ചക്ക. എനിക്ക് ചക്കേൻ്റെ വിഭവങ്ങളൊന്നും ഇഷ്ടമല്ല. ചക്ക പായസം അല്ലെങ്കിൽ ചക്ക കൊണ്ടുണ്ടാക്കുന്ന ഒരു അപ്പം ഉണ്ട്, അതൊന്നും എനിക്കിഷ്ടമല്ല. എനിക്ക് ചക്ക ഇങ്ങനെ പഴുത്തിട്ട് ഫ്രിഡ്ജിൽ വെച്ച് തണുപ്പിച്ച് കഴിക്കണം. ബാക്കി ചക്ക ഞാനിങ്ങനെ ഈ കവറിലാക്കിയിട്ട് ഫ്രിഡ്ജിലേക്ക് വെക്കുകയാണ്, കാരണം പുറത്ത് വെച്ചാൽ ചീത്തയായി പോവും. ഇങ്ങനെ വെച്ചാൽ കുറേ നാൾ നമ്മൾക്ക് കഴിക്കാം. അപ്പോൾ ഇന്നത്തെ നൈറ്റ് ഞാൻ പതുക്കെ വൈൻഡ് ഡൗൺ ചെയ്യട്ടെ. ഇന്നത്തെ ഇതൊരു സ്പെഷ്യൽ ഡേ ഒന്നും ആയിരുന്നില്ല, നത്തിങ് ബിഗ് റിയലി ഹാപ്പൻഡ്. ഞാനും കുഞ്ഞും മാത്രമുള്ള ഞങ്ങളുടെ ഒരു യൂഷ്വൽ നൈറ്റ് റുട്ടീൻ. ഒരു നോർമൽ നൈറ്റ് ആണെങ്കിലും നമ്മളുടെ ഡേ നമ്മൾ എങ്ങനെയാണ് എൻഡ് ചെയ്യുന്നതെന്നുള്ളത് റിയലി മാറ്റേഴ്സ്. എ വാം കപ്പ് ഓഫ് ടീ, എ ഡ്രാമ ദാറ്റ് മേക്സ് മീ സ്മൈൽ, ഇങ്ങനത്തെ കുഞ്ഞു കുഞ്ഞു കാര്യങ്ങളുണ്ടല്ലോ അന്നത്തെ ദിവസം മോസ്റ്റ് കംഫർട്ടിംഗ് ആയിട്ട് ക്ലോസ് ചെയ്യാൻ വേണ്ടിയിട്ട് എന്നെ ഹെൽപ്പ് ചെയ്യാറുണ്ട്. And I try to end every night with a thankful heart. For my baby's laughter, for the roof over our heads, for the silence, and even the chaos. Because even in the simple life, there is so much love, so many blessings. Thank you for spending this evening with us. Good night and see you soon.